SNDPയുടെ നേതാവ് വെള്ളാപ്പള്ളി നടേശൻ ഒരു വളരെ വിശ്വവിഖ്യാതമായ ഒരു പ്രസ്താവന നടത്തി. കുറേ നാളായിട്ട് തുടങ്ങിയിട്ടുള്ള കാര്യമാണ്. മലപ്പുറം ജില്ല എന്ന് കേട്ട് കഴിഞ്ഞാൽ വിറയ്ക്കണം ചോര നമുക്ക് നമ്മുടെ ഞരമ്പുകളിൽ എന്ന് പറയുന്ന പോലാണ് അദ്ദേഹത്തിൻ്റെ ഞരമ്പുകൾ വിറയ്ക്കാൻ തുടങ്ങും. മലപ്പുറം ജില്ല വലിയ ബുദ്ധിമുട്ടാണ്. കാരണം മലപ്പുറം ജില്ലയിൽ മുസ്ലിങ്ങളാണ് ഉള്ളതെന്നും അവിടെ മുസ്ലിങ്ങൾ പെറ്റുപെരുകിക്കൊണ്ടിരിക്കുകയാണെന്നും ഒരുപാട് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നെന്നും കേട്ടോ. കുഞ്ഞുങ്ങളെ അവർ ഉൽപ്പാദിപ്പിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ അവർക്ക് ചെലവിന് കൊടുക്കാനൊന്നും അവരാരും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ആ രീതിയിലുള്ള പ്രസ്ഥാനം ഇത്രയും പച്ചവർഗീയത വിളിച്ച് പറയുക, രണ്ട് സമുദായങ്ങളെ അകറ്റാനും അവർ തമ്മിൽ വലിയ റിഫ്റ്റ് ഉണ്ടാക്കി വളരെ വലിയ കലാപം ഉണ്ടാക്കാനും ശ്രമിക്കുന്ന ഒരു കുറ്റകൃത്യമാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ചെയ്തേക്കുന്നത്. അപ്പം ആ സ്റ്റേജിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു മന്ത്രി വാസവൻ കേട്ടോ. മന്ത്രി വാസവൻ വളരെയധികം പുകഴ്ത്തി ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു നോക്കണം. അതായത് മുസ്ലിങ്ങളെ പച്ചയ്ക്ക് ആക്ഷേപിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഏറ്റവും കൂടുതൽ ഈ സമൂഹത്തിൽ സുഹൃത്തുക്കളായിട്ടുള്ളത് ഈഴവ സഹോദരങ്ങൾ തന്നെയാണ്. എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്, വളരെ അടുപ്പക്കാരാണ്. അവരെല്ലാം ഈഴവ സഹോദരങ്ങളാണ്. പക്ഷേ അവർ ഈഴവരാണെന്നോ ഞാൻ മുസ്ലിമാണെന്നോ ഒന്നും ഞാൻ കടിക്കാറില്ല, അവരും കടിക്കാറില്ല. കാരണം അവരൊക്കെ ബോധമുള്ളവരാണ് കേട്ടോ, ഇതുപോലല്ല. അപ്പോൾ ഈ വർത്തമാനം വിളിച്ച് പറഞ്ഞ് എന്താണ് ഇതിൻ്റെ പുറകിലുള്ള അജണ്ട എന്നുള്ളത് നമുക്കറിയാൻ വയ്യാത്ത കാര്യമൊന്നുമല്ല. കാരണം വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ BDJS എന്നുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ രൂപീകരിച്ച് NDAയുടെ ഭാഗമായിട്ട് നടന്നോട്ടെ, നല്ല കാര്യം, അത് ചെയ്തോട്ടെ, ഒരു കുഴപ്പമില്ല. അതങ്ങോട്ട് ക്ലച്ച് പിടിച്ച് വരുന്നില്ല വലുതായിട്ട്. കാരണം ഇവിടുത്തെ ഈഴവരൊന്നും എല്ലാവരൊന്നും RSS ആയുള്ളവരൊന്നും അല്ല കേട്ടോ. അവർ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും ഒക്കെ കഴിവുള്ളവരാണ് ഈഴവ സഹോദരങ്ങൾ. അപ്പോൾ അത് വളരെ അപ്പോൾ ഇത് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറത്ത് 4 സീറ്റ് കൂടിപ്പോയി, മുസ്ലിങ്ങളുടെ എണ്ണം കൂടിയത്, അതാ കാര്യമാണ്. ഇത് ഇപ്പം ഈ വെള്ളാപ്പള്ളിയുടെ ആളുകൾ ഇതുപോലെ സന്താനോൽപാദനം നടത്തേണ്ടതെന്ന് വേറെ ആരും പറയുന്നില്ല. ഇഷ്ടംപോലെ ഉണ്ടായിക്കോട്ടെ, ഒരു കുഴപ്പമില്ല, വേണ്ടാന്ന് പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങ് ഭൂരിപക്ഷമാവും മുസ്ലിങ്ങൾ. ഇതിന് കരഞ്ഞിട്ട് കാര്യം എന്താ ഉള്ളത്? മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാവുമെങ്കിൽ ആവണം, അതുകൊണ്ട് എന്താ കാര്യം? അതുകൊണ്ട് ഈ നാടില്ലാതാവും. അപ്പോൾ ഇത് എല്ലാ മതങ്ങളെയും ഒരുപോലെ സ്നേഹിക്കാനും ഒക്കെ പഠിക്കണം. മുമ്പ് ഒരു നൗഷാദ് എന്ന് പറയുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ കേട്ടോ, അയാൾ 2 ഹിന്ദു സഹോദരങ്ങളെയാണ് രക്ഷിക്കാനായിട്ട് ഇത് ഡെക്റ്റിൽ ഇറങ്ങിയത്, അഴുക്ക് ഇതിലേക്ക് ഇറങ്ങി. അവസാനം അയാൾ കൊല്ലപ്പെട്ടു, അത് മരണപ്പെട്ടു പോയി. അപ്പോൾ അതിന് സഹായം കൊടുത്തപ്പോൾ അതിന് പറഞ്ഞ വർഗീയത എന്ന് പറയുന്നത് മുസ്ലിം ആയതുകൊണ്ട് കൊടുത്തതാണെന്നും പറഞ്ഞ് കുറേ വർത്തമാനം അന്ന് പറഞ്ഞു. അന്ന് ഇയാളുടെ പേര് കേസെടുക്കേണ്ടതാണ്, എടുത്തിട്ടില്ല. കാരണം എന്താ, നമ്മുടെ ബഹുമാനിയായ മുഖ്യമന്ത്രി ഇയാളുമായിട്ട് വലിയൊരു അന്തർധാരയുണ്ട്. അതെന്തോ ധാരയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഈ മുസ്ലിം, അതായത് ഈഴവ പ്രീണനമായിരിക്കാം ചിലപ്പം മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നത്, എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനി മുസ്ലിങ്ങളെ വിരോധിപ്പിച്ചാലും കുഴപ്പമില്ല. കാരണം മുസ്ലിം ലീഗിലായിരിക്കും വോട്ട് കൊടുക്കുന്നത്. എല്ലാ മുസ്ലിം അങ്ങനെയൊന്നുമല്ല. ഞാൻ ഒരു മുസ്ലിമാണ്, ഞാൻ മുസ്ലിം ലീഗൊന്നും അല്ല. എനിക്ക് അങ്ങനെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ താല്പര്യവും എനിക്കില്ല, ഇഷ്ടവും ഇല്ല. ഞാൻ അവരുടെ ഒന്നും ആളുമല്ല. അപ്പം ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആളുമല്ല. ഇത് മതങ്ങൾ ഈ രാഷ്ട്രീയവുമായിട്ട് കൂട്ടിക്കുഴയ്ക്കാൻ ഒരിക്കലും പാടില്ലാത്തതാണ്. മതങ്ങളുടെ സ്വാധീനം രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് വളരെ വലിയ വികലമായ ചലനങ്ങളാണ് ഉണ്ടാക്കി മാറ്റുന്നത്. ആ വൈകല്യം മൂലം മതത്തിൻ്റെ മൂല്യങ്ങൾ നഷ്ടപ്പെടും, രാഷ്ട്രീയത്തിൻ്റെ മൂല്യങ്ങൾ നഷ്ടപ്പെടും. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം വെള്ളാപ്പള്ളി വിളിച്ചു പറഞ്ഞ എന്തുവാ, കാന്തപുരം കാന്തപുരം എന്ത് കുന്തം എടുത്ത് എറിഞ്ഞോട്ടെന്ന്. അത് കാന്തപുരം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ജനവിഭാഗത്തിൻ്റെ ഒരു നേതാവാണ് അദ്ദേഹം, ഒരു മതത്തിൻ്റെ. ആ മതത്തിൻ്റെ നേതാവായിട്ട്, അത് മത നേതാവായിട്ടിരിക്കുകയാണ്. അതിന് കാന്തപുരം അങ്ങനെ ആയിപ്പോയതുകൊണ്ടെന്താ കുഴപ്പം? വേറെ ആരുമില്ലേ? നിങ്ങളങ്ങനല്ലേ? ഇനി ഞാൻ ചോദിക്കട്ടെ, കാന്തപുരം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതും അതിനും ഞാൻ വിമർശിക്കത്തേ ഉള്ളൂ. എനിക്കിഷ്ടമല്ലത്. ഒരു മത നേതാക്കളും രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിന് എനിക്ക് യോജിപ്പില്ല. ഇപ്പോൾ സുകുമാരൻ നായർക്ക് വിളിച്ചു പറയാമോ? നായന്മാർക്ക് വേണ്ടിയെന്നും പറഞ്ഞ് അങ്ങനെ പറയുന്ന ഉടനെ അതും പ്രശ്നമല്ലേ? നിങ്ങൾക്ക് SNDPക്കാർ എന്നും പറഞ്ഞ് നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ? അത് ശരിയല്ലല്ലോ. ഇത് മുഴുവൻ തെറ്റായ പ്രവണതയാണ് ഇതൊക്കെ. കാരണം നമ്മുടെ രാജ്യത്ത് വളരെ സഹവർത്തിത്വത്തോടു കൂടി കഴിയേണ്ട ആളുകൾ തമ്മിൽ
വലിയ ബഹളം ഉണ്ടാക്കാത്ത കൊണ്ടുമുള്ള പ്രസ്താവനകളാണിത്. ഇനി ഞാൻ സത്യം വിളിച്ചു പറഞ്ഞാൽ എന്താ തെറ്റ്? നിങ്ങൾ സത്യം വിളിച്ചു പറയുന്നതിന് ഒരു തെറ്റുമില്ല. അത് നിങ്ങൾക്ക് തോന്നുന്ന സത്യമല്ല, എല്ലാവർക്കും സത്യമായിരിക്കണം. അപ്പോൾ എന്താ, നമ്മുടെ മന്ത്രി പുങ്കവൻ അവിടെ ശ്രീ വാസവൻ ആ സ്റ്റേജിൽ ഇരിപ്പുണ്ട്, ഇരുന്നിട്ട് പറഞ്ഞ വർത്തമാനമാണ് കേട്ടോ. ഗുരുവിൻ്റെ വാചകങ്ങൾ കേട്ടോ പ്രചരിപ്പിക്കാനും അർത്ഥസമ്പൂർണമാക്കുന്നതിനും അതിനുവേണ്ടിയാണ് അദ്ദേഹം അഹോരാത്രം വെള്ളാപ്പള്ളി നടേശൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഇദ്ദേഹം ഒഴിഞ്ഞത്. ഗുരുവിൻ്റെ വാചകങ്ങൾ എന്താണെന്ന് വെള്ളാപ്പള്ളി നടേശൻ അറിഞ്ഞൂടെ? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണിതെന്ന് പറഞ്ഞ ഗുരു, അതാണ് ഗുരുവെന്ന് പറയുന്നത്. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരുദേവൻ തന്നെയാണ്, അതിനൊരു സംശയമില്ല. ഗുരുദേവൻ്റെ ആ പ്രസക്തി എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇന്നത്തെ കാലത്ത് എല്ലാ മതങ്ങളെയും ഒരുപോലെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചതാണ് ഗുരുദേവൻ. എല്ലാ മതങ്ങളെയും അംഗീകരിക്കണം എന്ന്, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ള അദ്ദേഹത്തിൻ്റെ വാക്യം, ആപ്തവാക്യം, അതാണ് ഏറ്റവും വലുത്. അതെടുത്തു വെച്ച് വിളമ്പുന്നതിന് പകരം ഇത് വെള്ളാപ്പള്ളി വിളിച്ചു പറഞ്ഞ ഈ വർഗീയത എന്ന് പറയുന്നത് ഗുരുവിൻ്റെ സന്ദേശങ്ങൾ അർത്ഥസമ്പൂർണമാക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും. ഇങ്ങനെയാണോ അർത്ഥസമ്പൂർണം? ചിലപ്പോൾ ശരിയായിരിക്കും, ഗുരുവിന് ഇത് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അറിഞ്ഞൂടായിരിക്കും എന്നുള്ളതാണ് വാസവൻ ഉദ്ദേശിച്ചേക്കുന്നത്, അല്ലെ വെള്ളാപ്പള്ളി ഉദ്ദേശിച്ചേക്കുന്നത്. അത് അർത്ഥസമ്പൂർണമാക്കുന്ന ഇങ്ങനെയാണ് കേട്ടോ. ഇതുപോലുള്ള ഏറ്റവും വൃത്തികെട്ട സ്റ്റേറ്റ്മെൻറ്റ് വിളിച്ചു പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ഗുരുവിൻ്റെ പിന്നെ വാചകങ്ങളെ, ഗുരുവിൻ്റെ ഈ പ്രസ്താവനകളെയൊക്കെ, അതേപോലെ അദ്ദേഹം അരുളി ചെയ്ത കാര്യങ്ങളൊക്കെ അർത്ഥസമ്പൂർണമാക്കുന്നതാണ് ഈ പറഞ്ഞതെന്നുള്ളതാണ് വാസവൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ വേറെയും പറഞ്ഞു കേട്ടോ, വയസ്സുകാലത്ത് വീട്ടിൽ ഇരിക്കുന്നതിന് പകരം, വയസ്സായെന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മുടിയില്ല, മീശയെല്ലാം കറുത്തിരിക്കുന്നതാണ് കാണാനുള്ളത് കേട്ടോ. അതുകൊണ്ട് എനിക്കറിയത്തില്ല. അപ്പോൾ ഏതായാലും അദ്ദേഹത്തിന് പിന്നെ വയസ്സുകാലത്ത് വീട്ടിൽ സ്വസ്ഥമായിരിക്കുന്നതിന് പകരം സമൂഹത്തിൽ ഇറങ്ങിച്ചെന്ന് ഇങ്ങനെ അഹോരാത്രം പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നൊക്കെ പ്രകീർത്തിച്ചിട്ടുണ്ട്. ഈ വൃത്തികേട് വിളിച്ചു പറയുന്നത് കേട്ടതിന് ശേഷമാണ് ഈ പ്രസ്താവനയൊക്കെ വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, എന്ത് വികലമായ കാര്യങ്ങളാണ് ഈ മന്ത്രിയൊക്കെ വിളിച്ചു പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് CPM-ൻ്റെ ഒരു പ്രസ്താവന വന്നു കേട്ടോ, അത് വളരെ രസകരമാണ്. ഈ ഇങ്ങനെ ഉള്ള, അതായത് ഈ ആരും മതം ഇങ്ങനെ ആ മതത്തിനെ ഇതുപോലെ രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കരുത്, നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. തമ്മിൽ ഈ ബഹളം ഉണ്ടാകുന്ന വിധത്തിൽ, കലാപം ഉണ്ടാക്കുന്ന വിധത്തിൽ, മതങ്ങൾ തമ്മിൽ വേർതിരിവുണ്ടാക്കുന്ന വിധത്തിലും പ്രശ്നം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള പ്രസ്താവനകൾ ആരും നടത്തരുത്. SNDP-യുടെ ആളുകളൊന്നും അങ്ങനെ ചെയ്യരുത്. വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ള പേര് പറഞ്ഞില്ല. കാര്യം എന്താ പറയുക, അത് പറയത്തില്ല. അതിന് മുഖ്യമന്ത്രി കൂടെ സമ്മതിക്കണം, അതാണ് കാര്യം. അപ്പം ഇത് ഈ രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് മോശമായ ഒരു പ്രവണതയാണെന്നറിയോ ഇത്തരം ഈ സമൂഹങ്ങളെ, സമുദായങ്ങളെ, അതായത് മതങ്ങളെ വേർതിരിക്കുന്ന വിധത്തിലുള്ള, വെറുപ്പിക്കുന്ന വിധത്തിലുള്ള പ്രസ്താവനകൾ RSS നടത്തിയാലും, മുസ്ലിം ലീഗ് നടത്തിയാലും, കാന്തപുരം നടത്തിയാലും, വെള്ളാപ്പള്ളി നടത്തിയാലും, അതേപോലെ തന്നെ സുകുമാരൻ നായർ നടത്തിയാലും, പിന്നെ ഇവിടുത്തെ അച്ഛന്മാരും ബിഷപ്പുമാരും ഒക്കെ ഉണ്ടല്ലോ ചിലർ, അവരൊക്കെ നടത്തിയാലും അതെല്ലാം വെറുക്കപ്പെടേണ്ടതാണ്, ചെറുക്കേണ്ടതാണ്. അതിനെ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ വരുമ്പോൾ അതിനെതിരെ പ്രതികരിക്കണം, കേസെടുക്കണം. അന്നൊരിക്കൽ കേസെടുക്കാതെ പോയത് കൊണ്ടാണ് ഇതേപോലെ ഈ വൃത്തികേടുകൾ വീണ്ടും വീണ്ടും വിളിച്ച് പുരമ്പുന്നത്. അപ്പോൾ ഇത് മാത്രം, ഈഴവർക്ക് അവിടെ സ്കൂളുകളിൽ നിന്ന് മലപ്പുറത്ത് ഈഴവർക്ക് വിളിച്ച് സ്കൂൾ ഉണ്ടാക്കി കൊടുക്കണോ? നിങ്ങൾ ചോദിക്കണം സ്കൂള്. നിങ്ങൾക്ക് അതിനുള്ള മാർഗം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്കൂൾ അനുവദിച്ച് കിട്ടുമായിരിക്കും. ഈ സ്കൂൾ അനുവദിച്ച് കിട്ടുന്നത്, ഞാൻ പറഞ്ഞില്ല, ഈ എയ്ഡഡ് സ്ഥാപനങ്ങൾ അനുവദിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് എനിക്ക് വളരെ ദേഷ്യമുള്ള ഒരു കാര്യമാണ്. കാരണം ഞാൻ പറയുന്നത്, കാരണം സർക്കാരിൻ്റെ ചെലവിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പോയിൻമെൻറ്റിന് ഇവരെല്ലാം പൈസ എണ്ണി വാങ്ങിക്കുന്നു, ഇഷ്ടം പോലെ 50 ലക്ഷം മുതൽ മേലോട്ട്. അത് കിട്ടുന്നില്ല എന്നുള്ളതാണ് വെള്ളാപ്പള്ളിയുടെ ഏറ്റവും വലിയ സങ്കടം. ഉണ്ടാക്കട്ടെ അവിടെ സ്കൂള്, വേണ്ടെന്നാരും പറയുന്നില്ലല്ലോ. വാങ്ങിച്ചോട്ടെ, നിങ്ങൾക്ക് കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചെടുത്തോളൂ. ഇപ്പം എന്തായാലും മുസ്ലിം ലീഗ് മുസ്ലിങ്ങളൊന്നും അല്ലല്ലോ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കുറേ വർഷങ്ങളായിട്ട്. അതുകൊണ്ട് ലീഗിന് വല്ല കാര്യമുണ്ടെന്ന് ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ, ഒന്നുമില്ല. പിന്നെ പറയാം, നിങ്ങൾക്ക് വെറുതെ വിളിച്ചു പറയാം, പറഞ്ഞോട്ടെ ഇതുപോലുള്ള. പക്ഷേ
ഇതുപോലുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ അതിനെതിരെ പ്രതികരിക്കണം, കേസെടുക്കണം. അതാ ചെയ്യുന്നത്.